ഹായ് 2025 ജൂൺ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് പഠിച്ചാലോ. വാ. 1. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് ഡൽഹിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. നോർത്ത് ഡൽഹിയിലാണത് വരാൻ വേണ്ടി പോകുന്നത്. 2. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ റാങ്കിങ് 131ാമതാണ്. 2024 നമ്മുടെ റാങ്കിങ് 129ാമതായിരുന്നു. 2 സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇന്ത്യ 131ലേക്ക് എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് വരുന്ന രാജ്യം എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണ്. 3. കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആകുന്ന ആദ്യത്തെ വനിതയായിട്ട് OM ശാലിനി മാറിയിരിക്കുകയാണ്. 4. UPSCയുടെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അജയ് കുമാർ. 5. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ് 193 രാജ്യങ്ങളിൽ 130ാമതാണ്. ഐസ്ലാൻഡ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് വരുന്നത്. 6. മലയാളത്തിന്റെ പ്രിയ നടനായിട്ടുള്ള മോഹൻലാലിന്റെ ജീവചരിത്രം പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. മുഖരാഗം എന്ന പേരിലാണ് ഈ ഒരു ജീവചരിത്രം വരാൻ വേണ്ടി പോകുന്നത്. 7. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 അവാർഡ് പ്രഖ്യാപിച്ചു. കന്നഡ സാഹിത്യകാരിയായുള്ള ബാനു മുഷ്താഖിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ബാനു മുഷ്താഖിന്റെ ഏത് കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് ചോദിക്കും. ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. 8. ONV സാഹിത്യ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. പ്രഭാവർമ്മയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് നൽകുന്നത്. 9. 2025 മാധവിക്കുട്ടി പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശസ്ത സാഹിത്യകാരനായുള്ള സുഭാഷ് ചന്ദ്രനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. 10. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ശുഭമാൻ ഗില്ലിനെ അടുത്തിടെ നിയമിച്ചിട്ടുണ്ട്. 11. നമ്മുടെ കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ സമയത്ത് ആ ടീമിലുണ്ടായിരുന്ന A നജീമുദ്ദീൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ താരം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ട്. 12. നമ്മുടെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എവറസ്റ്റ് മൗണ്ടെയ്നർ ആയിട്ടുള്ള കാമി റീത്ത 31ാമത്തെ തവണയും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. 13. ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ അടുത്തിടെ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് ഭാർഗവ ശാസ്ത്രം. 14. ജാവലിൻ ത്രോയില് 90 മീറ്റർ അധികം ഡിസ്റ്റൻസിൽ എറിഞ്ഞ ആദ്യ ഇന്ത്യൻ താരമായിട്ട് നീരജ് ചോപ്ര മാറിയിരിക്കുകയാണ്. 15. മെറ്റ ഇന്ത്യയുടെ തലപ്പത്തേക്ക് അരുൺ ശ്രീനിവാസനെ നിയമിച്ചിട്ടുണ്ട്. ബൈ.